ബ്രിഡ്ജ് അക്കാദമിയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എത്തിപ്പെടാൻ കഴിയാത്ത വിശാലതയിലേക്ക് ചെന്നെത്താനുള്ള ഒരു മാർഗമാണ് ബ്രിഡ്ജ് അഥവാ പാലം എന്ന് പറയുന്നത്. ബ്രിഡ്ജ് അക്കാദമിയും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സാധാരണക്കാരാണെങ്കിലും പ്രൊഫഷണലുകളാണെങ്കിലും കമ്പ്യൂട്ടർ പരിജ്ഞാനം ഇല്ല എങ്കിൽ ലോകത്തെ തന്നെ ഒട്ടുമിക്ക ജോലികളിൽ നിന്നും പിന്തള്ളപ്പെട്ടേക്കാം. അതിൽ തന്നെ സാധാരണക്കാരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, എന്നെക്കൊണ്ട് ഈ കമ്പ്യൂട്ടറൊക്കെ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കുമോ എന്നൊരു ഭയമാണ്. അല്ലെങ്കിൽ അതിനുള്ള വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ എനിക്കുണ്ടോ എന്നൊരു സംശയം. ഇതൊക്കെയാണ് അവരെ കമ്പ്യൂട്ടർ പഠിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളിന്ന് ഫോണിൽ വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ട്, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ ഏതെങ്കിലും ഒരു അധ്യാപകരുടെ കീഴിൽ നിന്ന് പഠിച്ചെടുത്തതാണോ? അല്ലല്ലോ. അത് പഠിച്ചെടുക്കാനുള്ള കാരണം അതിനോടുള്ളൊരു ഇഷ്ടം, അതിനോടുള്ളൊരു ആവശ്യം, ഇതൊക്കെ ആയിരുന്നിരിക്കണം അല്ലേ? കമ്പ്യൂട്ടറും പഠിക്കാനായിട്ട് ആദ്യം ഒരു ആവശ്യം, ഒരു ലക്ഷ്യം, അത് എന്ത് തന്നെ ആയിക്കോട്ടെ. കമ്പ്യൂട്ടർ പഠിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമൊന്നുമാവില്ല. പല പല കാരണങ്ങളുണ്ട്. ഒരു ജോലി, മിക്ക ആളുകളുടെയും ലക്ഷ്യം ഒരു ജോലിയാണ്. അതുപോലെ തന്നെ സ്വന്തം ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് അക്കൗണ്ടിങ് ആണെങ്കിലും ഡിസൈനിങ് ആണെങ്കിലും ഒക്കെ നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ അല്ലാതെ നമുക്കൊരു അറിവ് നേടണമെന്നുണ്ടെങ്കിൽ അല്ലേ, ഇന്ന് സാക്ഷരരായി എന്ന് നമ്മൾ അഭിമാനിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് കമ്പ്യൂട്ടറും കൂടി അറിഞ്ഞിരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുകയാണ് ഉണ്ടായത് അല്ലേ? കമ്പ്യൂട്ടർ എന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ സാക്ഷരരായി എന്ന് പറയുന്നതിന് ഒരു അർത്ഥമില്ലാത്ത പോലെയാണ്. അപ്പോൾ സ്വയം സാക്ഷരത നേടി എന്ന് പറയുന്നതിലൊക്കെ നമുക്കിന്ന് കമ്പ്യൂട്ടർ ആവശ്യമാണ്. അത് നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കമ്പ്യൂട്ടർ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ചുരുക്കി പറയുന്നത്. അപ്പോൾ നമുക്കിത് കമ്പ്യൂട്ടർ പഠിച്ചെടുക്കാനായിട്ടുള്ള ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആവശ്യം തന്നെയാണ്. ആവശ്യത്തോടൊപ്പം ഒരു ഇഷ്ടം കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പഠിച്ചെടുത്തെടുക്കാൻ വളരെ സിമ്പിളായിട്ട് സാധിക്കും. എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചിട്ട് നമുക്ക് പല കോഴ്സുകളുണ്ട്, പല സോഫ്റ്റ്വെയറുകളുണ്ട് അല്ലേ? അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. നമ്മളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമുക്ക് കമ്പ്യൂട്ടറിനെ കൈകാര്യം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൊടിക്കൈകൾ, കുഞ്ഞു കുഞ്ഞു ക്ലാസ്സുകൾ ഒക്കെ നമ്മുടെ ചാനലുകളിൽ തുടർന്നും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ അപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പറ്റുന്നതാണെങ്കിൽ ഞാൻ ഓരോരോ എപ്പിസോഡുകളിലൂടെ അതിൻ്റെ എക്സ്പ്ലനേഷൻ തരാനായിട്ട് ശ്രമിക്കുന്നതാണ്. അടുത്ത പാട്ടുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.